രാജ്ഭവനിൽ കൃഷിവകുപ്പ് നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടി റദ്ദാക്കി. ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കണമെന്നുമുള്ള രാജ്ഭവന്റെ നിർദ്ദേശം നടപ്പാക്കാൻ കഴിയാതെയാണ് പരിപാടിയിൽ നിന്നും കൃഷിവകുപ്പ് പിന്മാറിയത്. ഇത് സർക്കാർ പരിപാടിയിൽ ഉൾപ്പെടുത്താനാവില്ല എന്ന് കൃഷിമന്ത്രിയുടെ ഓഫീസ്. പരിപാടി നടത്തണമെങ്കിൽ ഇത് നിർബന്ധമെന്ന് രാജ്ഭവൻ നിലപാട്. തിരുവനന്തപുരത്ത് നിന്ന് VS അനു ചേരുന്നു. അനു, ഈ ഒരു കാര്യം രാജ്ഭവൻ കൃഷിവകുപ്പിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ സംബന്ധിച്ച് രേഖാമൂലം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും പറച്ചിലും ഉണ്ടായോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? സർക്കാരുമായിട്ടുള്ള നമുക്കറിയാം പല ഘട്ടങ്ങളിൽ പല വിയോജിപ്പുണ്ടായിരുന്നു. അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇന്ന് അരങ്ങേറിയിരിക്കുന്നത്. അതായത് രാജ്ഭവനിൽ ഇന്ന് കൃഷി വകുപ്പിന്റെ ഒരു പ്ലാന്റേഷൻ പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടിയിൽ ഏറ്റവും അവസാനം ഇന്ന് രാവിലെയാണ് ഭാരതാംബയുടെ പടം ഈ പരിപാടിയിൽ വെക്കണം എന്നൊരു നിർദ്ദേശം രാജ്ഭവനിൽ നിന്ന് കൃഷി മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയത്. പക്ഷേ യാതൊരു കാരണവശാലും ഭാരതാംബയുടെ ചിത്രം സർക്കാരിന്റെ പരിപാടിയിൽ വെക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദിന്റെ ഓഫീസ് രാജ്ഭവനെ അറിയിച്ചു. പക്ഷേ ഈ ഭാരതാംബയുടെ പടം വെക്കാതെ ഒരു തരത്തിലും പരിപാടി നടത്താൻ കഴിയില്ല എന്ന നിലപാടാണ് രാജ്ഭവനും ഗവർണർ ആർലേക്കറും സ്വീകരിച്ചത്. ഇതോടുകൂടിയാണ് പരിപാടി റദ്ദു ചെയ്യാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഇപ്പോൾ ഈ പരിപാടി സെക്രട്ടേറിയറ്റിൽ നടക്കുകയും ചെയ്യും. അതായത് നമുക്കറിയാം അടുത്തിടെ രാജ്ഭവനിൽ ഒരു RSS സൈദ്ധാന്തികരെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തിയതിൽ പോലും വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടായിരുന്നു. അത് നടത്താൻ പാടില്ലാത്തതായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഇങ്ങനെ അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ തരത്തിൽ ഭാരതാംബയുടെ പടം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരും രാജ്ഭവനും കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുന്നത്. ലക്ഷ്മി, എന്നാൽ രാജ്ഭവനിൽ RSS രീതിയിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്താൻ തീരുമാനിച്ച സംഭവത്തിൽ ഗവർണറുമായി പോരിനില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത്തരം വാശി പാടില്ലായിരുന്നു. ഭാരതമാതാവിന് ഒരു മുഖഛായ എന്ന് ഒന്നുമില്ല. കേരളത്തിൽ ആദ്യമായല്ല ഈ ദിനം ആചരിക്കപ്പെടുന്നത് എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. രാജ്ഭവന്റെ മുറ്റത്ത് ഒരു തൈ നടാനായി കൃഷിവകുപ്പ് ചിന്തിച്ചതായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനകത്തേക്കൊരു പുതിയ അംശം എത്തിക്കാൻ വേണ്ടി വാശി പിടിക്കാൻ പാടില്ലായിരുന്നു. ഗവർണറുമായി ഇതിന്റെ പേരിൽ ഒരു പോരിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ലെഫ്റ്റിനോ താല്പര്യമില്ല. രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിന്. ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രചരണ വേദിയായിട്ടോ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രകടന വേദിയായിട്ടോ അദ്ദേഹം രാജ്ഭവനെ മാറ്റാൻ ശ്രമിക്കുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. ആ വഴിക്ക് അദ്ദേഹം ശ്രമിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. എന്നാൽ കൃഷി വകുപ്പിന്റെ പരിപാടി ഒഴിവാക്കിയ സംഭവത്തിൽ ചോദ്യങ്ങളിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ഒഴിഞ്ഞുമാറി. താൻ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്തുകൊണ്ട് ചെയ്തു, ആരാണ് അത് ചെയ്തത്, എന്ത് കാരണം, അതെല്ലാം അവര് ക്ലാരിഫൈ ചെയ്യട്ടെ. എനിക്കറിയില്ലല്ലോ അതിനെക്കുറിച്ച്. VS അനു തുടരുന്നുണ്ട്. അനു, വിവിധ പ്രതികരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ കടുത്ത വിയോജിപ്പ് CPM-നും സർക്കാരിനും അല്ലെങ്കിൽ CPI-ക്കും ഒക്കെ ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ ഗവർണറുമായി ഒരു പരസ്യ പോരിലേക്ക്, അതായത് നേരത്തെ നമുക്കറിയാം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി സർക്കാർ വിവിധ ഘട്ടത്തിൽ പരസ്യമായി നേരിട്ട് തെരുവിൽ വരെ പോരാടിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനൊരു നീക്കത്തിലേക്ക് പോകാൻ CPI-എമ്മോ സർക്കാരോ ഇടതുമുന്നണിയോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഈ ഒരു വിഷയമായി കണ്ടുകൊണ്ട് ഇതിനുള്ള വിയോജിപ്പ് അറിയിച്ചു. ആ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു. ഇതിൽ മറ്റൊരു തരത്തിൽ ഈ വിഷയത്തെ കൊണ്ടുപോകാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ബിനോയ് വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും, അതായത് ഗവർണർ പറഞ്ഞതുകൊണ്ട് ഭാരതാംബയുടെ പടം വെക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ പോകില്ല. കൃത്യമായി RSSന്റെ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ എതിർക്കുക എന്നുള്ള നിലപാടാണ് CPI-എമ്മും സർക്കാരും സ്വീകരിക്കുന്നത്. നമുക്കറിയാം ഈ ഭാരതാംബയുടെ പടം സാധാരണ RSSന്റെയോ അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ മറ്റ് പരിവാർ സംഘടനകളിലൊക്കെ അവരുടെ പരിപാടികളിൽ ഈ പറയുന്ന ഭാരതാംബയുടെ പടം വെക്കാറുണ്ട്.
വെക്കാറുണ്ട്. പക്ഷേ സർക്കാരിന്റെ പരിപാടിയിൽ അത് വേണ്ട, അത് വെക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഇന്ന് CPIയും പ്രത്യേകിച്ച് കൃഷി വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും അങ്ങനെ ഭാരതാംബയുടെ പടം വെച്ചുള്ള ഒരു പരിപാടി നടത്താൻ കഴിയില്ല എന്ന നിലപാട് പി പ്രസാദിന്റെ ഓഫീസ് രാജ്ഭവനെ അറിയിച്ചു. എന്നാൽ അവിടെ രാജ്ഭവനിൽ പരിപാടി നടക്കണമെങ്കിൽ അവിടെ ഭാരതാംബയുടെ പടം വെക്കണം എന്ന നിലപാട് ഗവർണറും സ്വീകരിച്ചു. ഇതോടുകൂടിയാണ് ആ പരിപാടി റദ്ദ് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് പോയത്. ലക്ഷ്മി, അനു, രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട അവരുടെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? ലക്ഷ്മി, ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് അവർ തയ്യാറാകുന്നില്ല. നമ്മൾ രാജ്ഭവന്റെ ഈ ചുമതലയുള്ള ആളുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത്, രാജ്ഭവന്റെ ഓഫീസ് പറയുന്നത്, ഇവിടെ പരിപാടി നടത്തണമെങ്കിൽ ഇവിടെ ഭാരതാംബയുടെ പടം വെക്കണം എന്നതാണ് ഗവർണറുടെ നിലപാട്. അതുകൊണ്ട് ഗവർണർ അങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് അങ്ങനെ വെക്കാൻ കഴിയാത്തൊരു പരിപാടി ഇവിടെ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് നടത്തില്ല. മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസം സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടൊക്കെ രാജ്ഭവനിൽ നടത്തിയ RSS സൈദ്ധാന്തികരെ കൊണ്ടുവന്ന് നടത്തിയ പ്രഭാഷണ പരിപാടി, അതുപോലെയുള്ള പരിപാടികൾ സർക്കാരും അതുകൂടാതെ തന്നെ ഇടത് നേതാക്കളും കേരളത്തിലെ ഇപ്പോൾ കോൺഗ്രസ് അടക്കം അതിനെ എതിർക്കുന്നുണ്ട്. അത്തരം പ്രഭാഷണ പരമ്പരകൾ അത് എല്ലാ മാസവും നടത്താൻ തന്നെയാണ് രാജ്ഭവന്റെ തീരുമാനം എന്ന കാര്യം കൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് രാജ്ഭവന്റെ ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. സർക്കാർ ഈ വിഷയത്തിൽ എതിർപ്പുണ്ടെങ്കിലും ഒരു പരസ്യപ്പോരിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അംഗത്തിലേക്കോ സർക്കാർ നീങ്ങുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ലക്ഷ്മി.